ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എങ്ങോട്ടാ പോവാ? ആൻ അഡ്വഞ്ചർ. ഷുവർ. പ്രോമിസ്? പ്രോമിസ്. ഏയ് ഇതെങ്ങോട്ടാ കേറുന്നേ? കേറ്. എന്താ ഇത്? ആരുടെ വീട് ഇത്? അപ്പുറത്ത്. അതിനെന്തിനാ മതില് ചാടുന്നേ? കേറുന്നോ ഇല്ലയോ? ആരെങ്കിലും കണ്ട എന്ത് ചെയ്യും? അഡ്വഞ്ചർ നോക്കി പറഞ്ഞതല്ലേ. ആ അത് ശരിയാ. പക്ഷെ നിന്റെ ബർത്ത്ഡേക്ക് ഞാനെന്തിനാ അഡ്വഞ്ചർ ഒക്കെ ചെയ്യുന്നേ? നിന്റെ കൂടെ അഡ്വഞ്ചർ ചെയ്യുന്നത് എന്റെ ബർത്ത്ഡേ വിഷ് എന്ന് വിചാരിച്ചു. ഇതെന്തോന്ന് ലോജിക്ക്? വാ കമോൺ. സൂക്ഷിച്ച്. എങ്ങനെയുണ്ട് ഈ പോള്? ആരുടെ പാലസാ ഇത്? അറിയത്തില്ല. ആരെങ്കിലും കാണുടി. കേക്ക് ഞാൻ നോക്കത്തില്ല. എന്റെ അമ്മേ, നീ എല്ലാത്തിനും തയ്യാറായി വന്ന പോലെ ഉണ്ടല്ലോ. നീ എന്തായി കാണിക്കുന്നേ? എടി എനിക്ക് നീന്താൻ അറിയില്ല. മതി, നമുക്കിവിടുന്ന് പോയേക്കാം. അയ്യോ ഇവിടെ ആരൊക്കെ ഉണ്ടെന്നാ തോന്നുന്നേ. അയ്യോ അവരിങ്ങോട്ടാ വരുന്നേ. ഓ അവളുടെ ഒരു സോ. അയ്യോ അവർ നമ്മളെ കാണും. മതിയായോടി നിന്റെ അഡ്വഞ്ചർ. നമ്മുടെ കാര്യം പോകാം. ഇവിടുന്ന് എങ്ങനെയും പോവാം. ആരെവരെ? So happy birthday, Sonam. Thank you guys. Love you. Meet my hero Ishan. Hi. Dr. Ishan or something? No, just Ishan. Oh, okay. Dr. Vinny Sharma. Oh, doctor. Brother. Brother. Yeah. Hey, hi Ishan. Hi. Dr. Rahini. Hi. Evil sister-in-law. Hey Ishan. Dr. Aparna. I know you. Oh yeah, a long time no see. Hi. Why? ഇതൊക്കെ എപ്പോ തുടങ്ങിയതാ? 5 വർഷം മുന്നേ നിർത്തിയതാ. ഈ വെഡിങ് സ്ട്രെസ് കാരണം അറിയാതെ വീണ്ടും തുടങ്ങിപ്പോയതാ. എന്നാലും ഡാൻസ് ഇല്ലാതെ റിസപ്ഷൻ ചെയ്യാൻ പറ്റില്ലേ? ഇൻവിറ്റേഷൻ എല്ലാം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. സിമ്പിൾ സ്റ്റെപ്പ് അല്ലേ ഈശൻ, കോൺസെൻട്രേറ്റ് ചെയ്യേ. നമ്മള് തിടുക്കം കാണിക്കുന്നുണ്ടോ? What do you mean? കുറച്ച് നാളുകൂടി ഡേറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നന്നാവുമെന്ന് തോന്നുന്നു. ഐ എം സോറി. ഒന്നും നീ കാരണമല്ല, എല്ലാം ഞാൻ കാരണമാ. അപ്പൊ ശരി, ക്യാൻസൽ ചെയ്തേക്കാം. എന്ത്? ഡാൻസ് ക്യാൻസൽ ചെയ്തേക്കാം. അപ്പൊ ഗസ്റ്റിനോടൊക്കെ എന്താ പറയാ? ഐ ഡോണ്ട് കെയർ. ബാ ഇവിടുന്ന് പോവാം. ഈ ഫ്ലവേഴ്സും ഡെക്കറേഷൻ ഒക്കെ ആരാ ചെയ്തേ? എന്താ ഇത്ര ചീപ്പായിട്ട്? നിന്റെ മുത്തശ്ശി പറഞ്ഞതാണോ ഇല്ലെങ്കിൽ നിന്റെ ചേച്ചി പറഞ്ഞതാണോ? ഐ ഹേറ്റ് ഓൾ ഓഫ് ദിസ്. ചീഫ് ഫെല്ലോ. എന്താ ചെയ്യുന്നേ? എസ്കേപ്പ് പ്ലാൻ. ഈ കുടുംബക്കാരുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് ഓടാൻ ഒരു വഴി സെറ്റ് ചെയ്യാണ് ഞാൻ. വാ, നീ ആദ്യം ഇറങ്ങിക്കോ. ഞാനോ? നീ ആദ്യം പോ. അയ്യോ എനിക്ക് ഹൈറ്റ് പേടിയാണെന്ന് നിനക്കറിയില്ലേ? നീ ഇറങ്ങ്. പ്ലാൻ ഇടുന്നേ. എന്തിനെ പറ്റാത്ത പണിക്ക് പോകുന്നത്? നീ ആദ്യം ഇറങ്ങ്. My God, this is the real adventure. എനിക്കും കുട്ടിക്കാലം മുതലേ അഡ്വഞ്ചർ വലിയ ഇഷ്ടമാണ് സാർ. ഞാൻ 10th പഠിക്കുന്ന സമയത്ത് അത് അവര് സ്റ്റോറി പറഞ്ഞ സ്റ്റൈൽ കണ്ടില്ലേ? അതിലുണ്ട് ശരിക്കുള്ള മാജിക്. വാട്ട് എ ടാലന്റ് സോണാലി, വാട്ട് എ ടാലന്റ്. സോണാലി, നിങ്ങളുടെ ഇഷ്യൂസ് എന്താണ്? ഇവന് മൂഡ് സ്വിങ്സ് കൂടുതലാ. സെന്റിമെന്റൽ ക്രൈ ബേബി. ഞാൻ റേഷണലിസ്റ്റ്. ഞങ്ങളുടെ ഹാർട്ട് കോമ്പിനേഷൻ 6 മാസത്തിനുള്ളിൽ എങ്ങനെയാ മാരേജിലോട്ട് എത്തിയെന്ന് അറിയത്തില്ല. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥ പറയുന്ന വയസ്സ്. കേട്ടിട്ടില്ലേ നമ്മുടെ കവി എഴുതിയിരിക്കുന്നത്? ആ പാട്ട് മുഴുവനും ഹോർമോൺസിനെ കുറിച്ചല്ലേ? എന്ത് ഹോർമോണോ? ഹോർമോൺസിനെ കുറിച്ച്. ഓ ഡോക്ടർ ഇഷാൻ, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ലേ? ഞാൻ ഡോക്ടർ അല്ല സാറേ, ജസ്റ്റ് ഒരു സെയിൽസ്മാനാ. മെഡിക്കൽ റെപ്പ് സാർ.
ഓ MR ആണോ? അല്ല സോണലി, നിങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ ഡോക്ടർമാരല്ലേ? എന്തേലും ആവട്ടെ, ഈ പ്രേമത്തിന് അതൊന്നും ഒരു വിഷയമല്ല എന്നല്ലേ പറയാറ്. ശരി, അതൊക്കെ വിട്, നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. റിലേഷൻഷിപ്പില് ഇമോഷൻസ് ഇൻവോൾവ് ആവത്തില്ലേ? എമോഷൻസ്? ഒരു പ്രയോജനമില്ലാത്ത ഇമോഷൻസ്. എമോഷൻസിന് വേണ്ടി ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. ഹീറോയിന് ചേർന്നുള്ള കെമിസ്ട്രിയാ. എന്താന്നറിയില്ല സാർ, nowadays I feel very lonely. അത് പിന്നെ സെയിൽസ് ജോബ് അല്ലേ സാർ, എപ്പോഴും എങ്ങോട്ടേലും ഒരു ടൂർ വന്നോണ്ടേയിരിക്കും. അല്ല, അതുകൊണ്ട് ആക്ച്വലി ഇവൻ നാട്ടിലുള്ളപ്പോഴാ ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. വാട്ട് നോൺസെൻസ്! ഇവൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. ഞാൻ കൂടെയുള്ളപ്പോ എങ്ങനെയാ സാറേ ബോർ അടിക്കുന്നത്? ഓക്കെ, ഇനി നമുക്ക് ബെഡ്റൂമിലെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. എക്സ്ക്യൂസ് മീ, ഐ മീൻ നിങ്ങളുടെ ബെഡ്റൂമിൽ നടക്കുന്നത് എന്റെ അടുത്ത് പറയാനാ പറഞ്ഞത്. അതിനിപ്പോ എന്താ സാറേ, ഫസ്റ്റ് ക്ലാസ്. തെറാപ്പിസ്റ്റുകളൊക്കെ ഇങ്ങനെയാണോ? എപ്പോ നോക്കിയാലും ബെഡ്റൂമിനെ പറ്റി അറിയണ്ടോ? അതെന്താ, ബെഡ്റൂമിലല്ലാതെ പുറത്ത് വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നാണോ? ലിവിംഗ് റൂമിൽ ഉണ്ടായിക്കൂടെ, ഡൈനിങ് റൂമിൽ ഉണ്ടായിക്കൂടെ, ഹാളിൽ വെച്ച് ഉണ്ടായിക്കൂടെ, പിന്നെ കിച്ചണിൽ വെച്ച് ഉണ്ടായിക്കൂടെ? സോണാലി, ഹൗ ഈസ് യുവർ സെക്സ് ലൈഫ്? പ്രയോജനമില്ല. അകത്ത് നിന്ന് സാധനം എടുത്ത് എന്താ സാറേ എടുക്കാൻ പോകുന്നേ? മൈ ഓൺ ക്രിയേഷൻസ്. ബെഡ് ടോക്ക്. ടിക്ടോക്കിന് എതിർത്ത് നിൽക്കുന്ന ബെഡ് ടോക്ക് ഇപ്പൊ തന്നെ ഇന്റർനെറ്റ് മുഴുവനും ഷെയർ ചെയ്യാൻ പോവാണ്. അല്ല, ആ പ്രമോ കണ്ടിട്ടുണ്ടോ? ഇല്ല സാറേ, മിസ് ചെയ്തു. ആ സ്ക്രീൻ വളരെ ചെറുതല്ലേ, അതുകൊണ്ട്. ഇപ്പൊ കാണിച്ചു തരാം. ബ്ലൂ ഫോർ ബോയ്സ്, പിങ്ക് ഫോർ ഗേൾസ്. കാന്തം പോലെ ടപ്പേന്നിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഉള്ള കലകളില് മൂന്നാമത്തെ ഒരു കല, പിന്നെ അൾട്ടിമേറ്റ് കല. ഇതൊക്കെ ഒന്ന് പഠിച്ചെടുത്തിട്ട് നിങ്ങളുടെ റെഗുലർ കല തിരഞ്ഞെടുക്കും. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ് ഒന്ന് വരാവോ? അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. താനെന്താ ഗേ ആണോ? What you mean? താനിപ്പോ ഒന്ന് താഴോട്ട് നോക്കിയേ. What? ആക്ച്വലി കളേഴ്സിൽ ഞാനൊന്ന് കൺഫ്യൂസ് ആയി പോയി. ഇത് സോണലി, ഇത് ഈശാന്ത്. ഇതാണൊരു വിദ്യ. ഞങ്ങൾ രണ്ടുപേർക്ക് ഇതുപോലത്തെ കാര്യമാണ് ആവശ്യമുള്ളത്. കറക്റ്റ് ആയിട്ട് ഒരു ഉമ്മ തരാൻ പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. സോനാലി, എനിക്ക് അർജന്റായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, നമുക്കിത് അടുത്ത ആഴ്ച നോക്കിയാലോ? ഷുവർ. എന്റെ ക്വസ്റ്റിന് ആൻസർ പറയുകയാണെങ്കിലുണ്ടല്ലോ. എന്ത് ക്വസ്റ്റ്യൻ? വികാരം എന്ന് വെച്ചാൽ എന്താണ്? എന്റെ ചോദ്യത്തിനും താൻ ഇതൊരു ആൻസർ ചെയ്തില്ല. ഓ, which one? അത് തന്നെ. താൻ ഏത് ടൈപ്പ് സെക്ഷലാന്ന്? ഇഷാൻ, ഞാനിപ്പോ ഏതായിരുന്നാലും നിനക്കെന്താണ്? എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, നിനക്ക് ട്രീറ്റ്മെന്റ് തരാൻ വേണ്ടി. ഡോക്ടറേറ്റ് കൊണ്ട് താൻ എന്നിട്ട് എന്താ ചെയ്യുന്നേ? ഡീസന്റ് കപ്പിൾസ് ബെഡ്റൂമിൽ എങ്ങനെയാ കഴിയാന്ന് പോലും അറിയില്ല. പക്ഷേ ഒട്ടും തന്നെ കോൺഷ്യസ് ഇല്ലാതെ ബെഡിൽ ഇരുന്നുകൊണ്ട് ഇമാതിരി പൊസിഷനൊക്കെ ട്രൈ ചെയ്യാൻ നിന്നാ നട്ടലൊടിഞ്ഞ് പിന്നെ ഒരിക്കലും സെക്സ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാവും.